ബംഗ്ലാദേശിൽ ഇസ്കോൺ നിരോധിക്കാൻ നീക്കം ആവശ്യമുന്നയിച്ച് ധാക്ക ഹൈക്കോടതിയിൽ ഹർജി. ഇസ്കോൺ മതമൗലിക സംഘടനയെന്ന് അറ്റോർണി ജനറൽ. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമം, പ്രത്യേകിച്ച് ഹൈന്ദവ വിഭാഗത്തിനെതിരായ അതിക്രമം തുടർന്നുകൊണ്ടിരിക്കാൻ ഇസ്കോൺ നിരോധിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ബംഗ്ലാദേശിൽ ഇസ്കോൺ നിരോധിക്കാനുള്ള നീക്കം ആവശ്യമുന്നയിച്ച് ധാക്ക ഹൈക്കോടതിയിൽ ഹർജി. ഇസ്കോൺ മതമൗലിക സംഘടന എന്നാണ് അറ്റോർണി ജനറൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹൈന്ദവ വിഭാഗത്തിനെതിരായ അതിക്രമം, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമം ബംഗ്ലാദേശിൽ അതിരൂക്ഷമായി തുടരുകയാണ്. ലോകം അപലപിക്കുമ്പോഴും ഇത്തരത്തിലുള്ള നിലപാടുകളുമായി ബംഗ്ലാദേശ് ഭരണകൂടം മുന്നോട്ട് പോവുകയാണ്. ഗൗതം, ഇസ്കോൺ നിരോധിക്കാനുള്ളൊരു നീക്കമാണോ ബംഗ്ലാദേശിൽ ഭരണകൂടം ആലോചിക്കുന്നതിന്? മറ്റ് വിശദാംശങ്ങൾ. ഇസ്കോണിനെ നിരോധിക്കുവാനുള്ള ഒരു ഗൂഢ നീക്കം ഇപ്പോൾ ബംഗ്ലാദേശിലെ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നേരത്തെ പലതവണ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഭീകര സ്വഭാവമുള്ള സംഘടനകൾ ഇസ്കോണിന്റെ നിരോധനം നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇസ്കോണിന്റെ വളരെ പ്രധാനപ്പെട്ട സന്യാസിയായിട്ടുള്ള ഇസ്കോണിന്റെ ഏറ്റവും പ്രമുഖ സന്യാസിമാരിൽ ഒരാളായ ചിന്മയ കൃഷ്ണദാസിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. ആ അറസ്റ്റിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ അറ്റോർണി ജനറൽ തന്നെ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ രീതിയിൽ ഇസ്കോണിനെ നിരോധിക്കണം എന്നൊരു നിലപാടിലേക്ക് ബംഗ്ലാദേശിലെ ഭരണകൂടം എത്തുന്നു. അറ്റോർണി ജനറൽ തന്നെ ഇന്നിപ്പോൾ വിശദീകരിക്കുന്നത് ബംഗ്ലാദേശിൽ മതസ്പർദ്ധയും ഒപ്പം ഭീകര സ്വഭാവവും രൂപപ്പെടുത്തുന്ന ഒരു സംഘടനയാണ് ഇസ്കോൺ. അതിനാൽ ഈ സംഘടനയുടെ പ്രവർത്തനം രാജ്യത്തിന് ദോഷകരമാകും എന്ന വിവരണമാണ് അറ്റോർണി ജനറൽ ബംഗ്ലാദേശ് കോടതിയിൽ നൽകിയിരിക്കുന്നത്. അതേസമയം ഇസ്കോണിന്റെ പ്രവർത്തന ശൈലി നമുക്കറിയാം. അത് ശ്രീകൃഷ്ണ ഭക്തരുടെ സംഘടനയാണ്. ശ്രീകൃഷ്ണന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ശ്രീകൃഷ്ണ ഭജനകൾ നടത്തുകയും ഒക്കെ ചെയ്ത് ലോകം മുഴുവൻ പ്രചാരം നേടിയിട്ടുള്ള സംഘടനയാണ് ഇസ്കോൺ. അത് ഭാരതത്തിന് പുറത്ത്, ഏഷ്യയ്ക്കും പുറത്ത്, അമേരിക്കൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ വലിയ സ്വാധീനമുള്ള സംഘടനയാണ്. ഈ സംഘടനയെ നിരോധിക്കണം എന്നാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ സർക്കാർ സംവിധാനങ്ങൾ തന്നെ ആവശ്യപ്പെടുന്നത്. എന്തായാലും വ്യാപക പ്രതിഷേധം ഇതിനെതിരെ അലയടിക്കുകയാണ്. ബംഗ്ലാദേശിൽ ഇന്നലെയും ഇന്നുമായി ചിറ്റഗോങ്, ധാക്ക പോലുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം ഹൈന്ദവ സംഘടനകളുടെയും മറ്റ് ന്യൂനപക്ഷ സംഘടനകളുടെയും വൻ പ്രതിഷേധങ്ങൾ നടന്നു. ഇന്നും പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം ഭാരതത്തിലും ഏറ്റവും അധികം ഹിന്ദുക്കൾ ഉള്ള ഭാരതത്തിലും വ്യാപകമായ പ്രതിഷേധം ഈ ഇസ്കോണിനെതിരെ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ എതിരായി ഇന്ത്യയിലും നടക്കുകയാണ്. ഗൗതമാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.